എന്തൊരു തൊന്തരവ്. കുമാരാട്ടോ, ചേച്ചി, കുമാരാട്ടോ. എന്താടാ രാജേഷേ, നീ ഓടിയടാ വന്നു, നല്ല ഗതയ്ക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ പറയാം. കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേട്ടാ. വെള്ളം കുടിക്കാനാണ് നീ ഇത്ര വെപ്രാളത്തിൽ ഓടി വന്നത്? ഞാൻ എന്റെ കഥയിലെ ടിസ്റ്റായി കിടക്കായിരുന്നു. അപ്പോഴാണ് അവന്റെ ഒരു വിളി. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് വെള്ളം എടുത്തോണ്ട് കൊടുക്കും. എന്തോ ഞാൻ തന്നെ എടുത്തോണ്ട് കൊടുക്കാം. ചേച്ചി വല്ലതും അറിഞ്ഞോ? എന്താടാ അത് പറയാനായിട്ട് ചേച്ചി ഞാൻ ഓടി അരച്ച് വന്നത്. എന്നാടാ വെള്ളം? എന്തോന്നാടോ, ഒന്ന് പറഞ്ഞു തൊലക്കേ. കുടിക്കട്ടെ. എന്റെ പൊന്നി ചേച്ചി വെള്ളം കുടിച്ചോട്ട്. അറിഞ്ഞ ഇല്ല, എന്തോന്നു? നമ്മുടെ സുരേന്ദ്രന്റെ ഭാര്യ ഉഷയില്ലേ, സ്ഥിരീകരിച്ച് എന്തോന്നാ പോസിറ്റീവ് വന്ന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, സത്യമാണോടാ ഇത്? എന്റെ അമ്മച്ചാണ് സത്യം. നീ ഇത് എങ്ങനെ അറിഞ്ഞത്? നമ്മളെ മെമ്പർ പറഞ്ഞെന്ന്. ആര്? സദാശിവം മെമ്പറോ? എന്നാ സത്യമായിരിക്കും. പിന്നെ എന്നാലും അവർക്ക് ഇത് എവിടുന്ന് കിട്ടി? എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് അവളെ ഒരു ബന്ധു ഗൾഫിൽ വന്നിരുന്നു. ചിലപ്പോ അങ്ങനെ ഒരു ഇതാണോ ആയിരിക്കും. ദാ പറഞ്ഞു തീർന്നില്ല, ദാ വരുന്ന മെമ്പർ. നമ്മളെ മെമ്പറാ. എവിടെ? അറിഞ്ഞാ നീ? അപ്പൊ ശരി തന്നെ അല്ലേ കേട്ടത്? പിന്നല്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. വൈറസിനെയോ? വൈറസിനെ സുരേന്ദ്രൻ ക്വാറന്റൈൻ പറ്റി വന്നതല്ലേ ഉള്ളൂ. അവക്ക് പോസിറ്റീവ് ആണെന്ന് അവൻ എന്നോട് പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞില്ല അപ്പോഴേ തന്നെ. അല്ല, എനിക്കൊരു സംശയം. നിങ്ങൾ അവക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിനോട് എല്ലാം കൂടെ എന്റെ വീട്ടിൽ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. എന്തിനായാലും നിങ്ങൾ ശത്രുക്കളെ തന്നെ. അവൾ ഇങ്ങോട്ട് വരൂല. ബി സേഫ്. ഓ, അപ്പൊ അത് ശരി. നിങ്ങൾക്ക് സേഫ് ആകാനാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അല്ലേ? അല്ല മുമ്പറേ, എനിക്കൊരു സംശയം. ഈ അസുഖം വന്ന ഇവിടെ വീട്ടിൽ കൊണ്ടിരിക്കുന്ന രാമചന്ദ്രനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ. വീട്ടിൽ കിടന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ അസുഖം വന്ന എന്തിനായിരിക്കും സ്ഥിതി? മെമ്പറെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും പോയി ചെയ്തേ. അത് തന്നെ. എന്നാലും നമ്മളെ നാട്ടിലെ ഈ ഉഷയ്ക്ക് തന്നെ ഇങ്ങനെ അസുഖം വന്നല്ലോ. ഞാനിനി എങ്ങനെ അവളെ മുഖത്ത് നോക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ നോക്കണ്ട, ഇവിടെ ഇരുന്നാ മതി. ഒരു നോട്ടക്കാരൻ വന്നേക്കുന്നു. മെമ്പറെ, നമുക്കൊരു 108 വിളിച്ചാലേ? ഇതിന് 108 116 ഞാൻ വിളിച്ചോളാം. നീ അവിടെ ചുമ്മാ ഇല്ല. എവിടെ? ഓ ശരിയാണല്ലോ, അതോ അവിടെ നിൽക്കുന്ന മുമ്പറേ അവിടെ നിൽക്കുന്ന നിപ്പ് കണ്ട. അവൻ എന്തെങ്കിലും കൂസലുണ്ടാവും നിൽക്കുന്ന നിപ്പില്, മറ്റുള്ളവർ കൂടെ അസുഖം വരുത്താൻ വേണ്ടി. ഞാൻ നൈസിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടാ. മെമ്പറെ, അവനെ എന്റെ വീട് പരിസരത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നല്ലാതെ ഇത് ഞാൻ അങ്ങോട്ട് പോയി കാണാം. പോവുകയാണെങ്കിലേ ആ പോയ വഴിക്ക് അങ്ങ് പോയാൽ മതി, ഇങ്ങോട്ട് വരണ്ട. മുമ്പറേ ഒരു മാസ്ക് പോലും മുമ്പർ വെച്ചിട്ടില്ല. അങ്ങ് ചെന്ന് കയറി കൊടുക്കി. അല്ല, മുമ്പറിന്റെ മാസ്ക് അവിടെ പോയി. അതെ, നമ്മളെ താഴത്തെ കടയിൽ ഒരു ചായ കുടിച്ചത്. മാസ്ക് വെച്ചോണ്ട് ചായ കുടിച്ചു. പിന്നെ ആ മാസ്ക് എന്തിനു കൊള്ളാം? കഷ്ടം. എന്നെ മെമ്പറ, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾക്ക് എന്താ കുഴപ്പം? പോസിറ്റീവ് ഇങ്ങോട്ട് എവിടെ പോണ കയറി മെമ്പറെ പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിച്ചാലേ പറ്റൂ. മെമ്പർ വിളിക്കേ പോലീസിനെ. മെമ്പർ പോലീസിനെ വിളിച്ചാൽ പറ്റൂ. പോകൂല. നീ വീട്ടിൽ വന്നാ നിന്നെ പേടിച്ചാൽ ഞങ്ങൾ ഒരു കാത്ത് തീർപ്പിക്കുന്നു. നീ വീട്ടിൽ കയറി വന്നാ നിന്റെ ഭാര്യയ്ക്ക് പോസിറ്റീവ് തന്നെ. പിന്നെ നീ ഞങ്ങൾക്ക് രോഗം വരുത്താൻ ഇവിടെ കള്ള പ്രചാരണം നടത്തിയതിന് പോലീസ് വന്ന് ആദ്യം പൊക്കുന്നത് നിങ്ങളെ. എന്തിനാ കള്ളപ്രചാരണം? എന്റെ ഭാര്യക്ക് പോസിറ്റീവ് ആണെന്ന് അത് ഞാൻ പറഞ്ഞതാ. പിന്നെ അതേ വേറെ കാര്യമൊന്നും അല്ല. എന്റെ ഭാര്യ ഉഷ പ്രഗ്നൻസി കാർഡ് വെച്ച് നോക്കിയപ്പോ അവർക്ക് പോസിറ്റീവ് ആണ്, ഗർഭിണിയാണെന്നാ പറഞ്ഞത്. പോസിറ്റീവ് ആണ്, ക്വാറന്റൈനിലാണെന്ന് നീ പറഞ്ഞതാ. പിന്നെ ഈ തേങ്ങാത്തലിൽ എന്നാ പറയുന്നത്? ക്വാറന്റൈനിലാണെന്നൊന്നും അല്ല, ക്യാൻറ്റീനിൽ ഞാൻ നിന്നപ്പോഴാണ് ഉഷ ഈ വിവരം വിളിച്ചു പറഞ്ഞതെന്നാ ഞാൻ പറഞ്ഞത്. മുമ്പറേ ഒരു മാരി. അപ്പൊ നിന്റെ ഭാര്യക്ക് മറ്റേ പോസിറ്റീവ് അല്ല? അല്ലല്ലോ, ഈ പോസിറ്റീവ് ആണല്ലേ? ഈ പോസിറ്റീവ്. അയ്യേ മുമ്പറേ, ഇതാണ് പറയുന്നത്. കാള പറ്റുന്നതിന് മുമ്പ് കയറെടുക്കരുത്, മനസ്സിലായ? മുമ്പറേ, ഈ സ്റ്റേ ഹോം അല്ല, പിന്നെ സ്റ്റേ ജയില്. അങ്ങനെ. അയ്യോ, എന്തൊരു തൊന്തരവ്. ഇനിയും ഉണ്ട് ഇതുപോലെ ഒരുപാട് തൊന്തരവുകൾ. കാണാൻ മറക്കരുതേ.